നമസ്കാരം. അനുജാസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്റർവ്യൂവിന്റെ ചോദ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണെന്ന് അറിയാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കേൾക്കണ്ട എന്നുള്ളവർ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്തൊക്കെ നോക്കിയതിന് ശേഷം കാണുക. കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി പറയാം. ചിലരൊക്കെ ചോദിച്ചിരുന്നു, ടീച്ചർ എന്ത് ചെയ്യാണ്, അതുപോലെ പിന്നെ ക്ലാസ്സുകളെ കുറിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് അന്വേഷണങ്ങൾ വന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സംസാരിക്കുക, ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടാൽ പിന്നീട് ആവർത്തനം ഒഴിവാക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പൊ നിലവില് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഉത്തരം അനുജാസ് ടീച്ചിങ് ആസ്പിരൻസ് ആണ്. നിലവിൽ ഈ ഒരു യൂട്യൂബ് ചാനലും അതുമായി ബന്ധപ്പെട്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പുമാണ് എനിക്കുള്ളത്. അവിടെ ചർച്ചകൾ കാര്യക്ഷമമായി നടക്കുന്നു. ഞാൻ അവിടെ ആരെയും പഠിപ്പിക്കുന്നില്ല. ആശയങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്ത് അറിഞ്ഞ് ആശയ കൈമാറ്റത്തിലൂടെ മുന്നോട്ട് പോകുന്നു. കാരണം കൂടെയുള്ളതെല്ലാം അധ്യാപകരാണ്, നിങ്ങളെപ്പോലെ. അവിടെ മനസ്സിലാക്കേണ്ടത്, ജോലി കിട്ടിയാൽ മാത്രമല്ല നമ്മൾ അധ്യാപകർ. ആ ഒരു കോഴ്സ് നമ്മൾ അത് ചെയ്തിട്ടുണ്ട് എങ്കിൽ, നമ്മൾ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചതാണെങ്കിൽ, തീർച്ചയായും നിങ്ങൾ ആദ്യം നിങ്ങളെ ഒരു ടീച്ചറായി അംഗീകരിക്കുക. ഞാനൊരു ടീച്ചറാണ് എന്ന് വിശ്വസിക്കുക. അതുകൊണ്ടാണ് ഞാൻ ടീച്ചറേ എന്ന് വിളിക്കുന്നത്. അതിനും പിന്നിലും മറ്റൊരു റീസൺ കൂടിയുണ്ട്. ഇനി ഞാൻ എന്താണ് അല്ലെങ്കിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ, ഒരു എയ്ഡഡ് സ്കൂളിൽ കയറിയിരുന്നു. ഹൈസ്കൂളാണ്. ഇംഗ്ലീഷ് ടീച്ചറായിട്ട് ഉള്ള പോസ്റ്റിലേക്കാണ് കയറിയത്. അത് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു. അതായത് നിങ്ങൾക്ക് അറിയാലോ, മാനേജ്മെന്റ് സ്കൂള്. അപ്പോൾ അപ്രൂവൽ ആകാനുള്ള താമസവും കാര്യങ്ങളും ഒക്കെ വരും. എനിക്ക് അവിടെ ചെന്നപ്പോഴേ ഞാൻ എല്ലാവരോടും പറഞ്ഞൊരു കാര്യമുണ്ട്, ഗവൺമെന്റ് സെക്ടറാണ് എൻ്റെ ആഗ്രഹം, ഞാൻ അങ്ങോട്ടേക്ക് പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു സാഹചര്യം കൊണ്ടും ഒക്കെയാണ് അങ്ങനെ കയറുന്നത്. അപ്പോൾ അതെന്തോ ആകട്ടെ, അതൊക്കെ എങ്ങനെയാണ്. അപ്പോൾ അവിടുന്ന് ഇറങ്ങേണ്ടി വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എൻ്റെ കുഞ്ഞുങ്ങളെയാണ്. അവരോടൊരു ശരിക്കൊരു യാത്ര പോലും പറയാതെയാണ് ഇറങ്ങുന്നത്. കാരണം അവരുമായിട്ട് അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ യാത്ര പറച്ചിൽ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകും, എനിക്കും ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് അങ്ങനെ പോലും പറയാതെ ഇറങ്ങി വരികയായിരുന്നു. അപ്പം എൻ്റെ മക്കള് എന്നാണ് ഞാൻ അവരെ പറയാ, അവരെന്നെയും അതുപോലെയാണ് കാണുന്നത്. ടീച്ചറേ എന്നുള്ള വിളിയൊന്നുമില്ല. ഞങ്ങൾ വളരെ സൗഹൃദപരമായിട്ട് പോയിരുന്ന ഒരിടമാണ്. അപ്പോൾ അവിടെ ഏറ്റവും അധികം മിസ് ചെയ്തത് ആ വിളിയാണ്, ടീച്ചറേ എന്നുള്ള വിളി. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ചെല്ലപ്പേരൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെ വിളിക്കും. അപ്പൊ അതൊക്കെ ഒരുപാട് മിസ് ചെയ്തിരുന്നു. ഒരു അധ്യാപികയ്ക്ക് ടീച്ചറേ എന്നുള്ള വിളി നഷ്ടമാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലേ. അത് വളരെ വളരെ എന്താണ്, വിഷമകരമായ ഒരു അവസ്ഥയാണ്. നമ്മളല്ലാതായി പോകുന്നു, നമ്മളങ്ങ് ഒതുങ്ങാൻ തീരുമാനിക്കുക. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒതുങ്ങരുത്, അല്ലെങ്കിൽ എങ്ങോട്ടേക്കെങ്കിലും ചുരുങ്ങിപ്പോകരുത് എന്ന് ഞാൻ പല വീഡിയോസിലും ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സംസാരം നഷ്ടമായപ്പോ, എൻ്റെ ഭാഷ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു എന്നായപ്പോ ആണ് വീണ്ടും ഇതൊക്കെ തുടങ്ങണം എന്ന് ഞാൻ തീരുമാനിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അങ്ങൊരു ചാനൽ തുടങ്ങുകയാണ്. സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ കൂടെയുള്ള കുറച്ച് സുഹൃത്തുക്കളും കുടുംബവും ഒക്കെ ഒപ്പം തന്നെയുണ്ട്. അപ്പോൾ അടുത്ത് നിന്നവർക്കറിയാം, ഒരുപാട് പ്രയാസപ്പെട്ടാണ് വീണ്ടും എൻ്റെ ഭാഷ എന്നിലേക്ക് വരുന്നത്. അത് വളരെ നല്ലതാണെന്നോ ഒഴുക്കോടുകൂടി എനിക്ക് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കാനാകുമെന്നോ നല്ല വാക്കുകളാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ഭാഷ മുറിഞ്ഞു പോകുന്നത് എനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരവസ്ഥ. ആലോചിച്ചൊരു 5 സെന്റൻസ് പറയേണ്ടി വരുന്ന ഒരവസ്ഥ, അത് ഞാനായിരുന്നില്ല. അത് തരണം ചെയ്യാനുള്ള മാർഗമായിരുന്നു ടീച്ചിങ് ആസ്പിരൻസ്. ആദ്യം തുടങ്ങിയതും അങ്ങനെ തന്നെ, വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യുന്നതും ഏകദേശം ഇതേ രീതിയിൽ തന്നെയാണ്. അപ്പൊ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളിൽ പലർക്കുമുള്ള പ്രശ്നം ബ്ലോക്കുകളാണ്. സംസാരിക്കാനുള്ള ബ്ലോക്ക്, എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരിക. അപ്പോൾ ആ ഒരു ബ്ലോക്ക് മാറ്റാൻ നമുക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതിന് നമ്മൾ തനിയെ ശ്രമിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. ഇങ്ങനെ നിരന്തരം വരുന്ന ബ്ലോക്കുകളെ തിരിച്ചറിയുകയും അത് എടുത്തു മാറ്റപ്പെടുകയും ചെയ്യേണ്ടതാണ്. അതിന് നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നുള്ള തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. സംസാരിക്കുക, സംസാരിച്ചുകൊണ്ടേയിരിക്കുക, നിങ്ങളുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കുക. അത് മാത്രമാണ് നമുക്ക് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത്. പലരും ചോദിക്കും, എന്തിനാണ് ഇന്റർവ്യൂവിനൊക്കെ ക്ലാസിന്റെ ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് നല്ല നല്ല പരിചയസമ്പന്നരായ അധ്യാപകര്
ഇന്റർവ്യൂ പാനൽ അംഗങ്ങളൊക്കെ ആയിട്ട് ഇരുന്നിട്ടുള്ള അധ്യാപകരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരിങ്ങനെ പറയും, ഇതൊക്കെ ട്രെയിൻ ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണോ എന്നൊക്കെ പറയും. പക്ഷെ നമ്മളുടെ അവസ്ഥയും അവരുടേതും വ്യത്യസ്തമായതുകൊണ്ടാണത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പല കാര്യങ്ങൾ കൊണ്ട് ഇന്ന് ഞാനൊരു അധ്യാപികയോട് സംസാരിച്ചപ്പോൾ അവരനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുകയുണ്ടായി. അതിനൊക്കെയുള്ള പരിഹാരമാണ് ഈ ഒരു ജോലിയിലേക്ക് വരിക എന്നുള്ളത്. എപ്പോഴും നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളോടൊപ്പമാണ്. അധ്യാപകരാകാൻ ആഗ്രഹിച്ചവർ അത് നേടാതെ പോയാൽ അവർക്ക് വളരെ വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ആ നഷ്ടം ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. നിങ്ങൾക്ക് നല്ലൊരു അധ്യാപികയാകാൻ കഴിയട്ടെ. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആ ബ്ലോക്കുകൾ എന്താണെന്ന് തിരിച്ചറിയുക, നിങ്ങളുടെ ഉള്ളിലുള്ള. അതുപോലെ വായന, വലിയൊരു വായനക്കാരിയാകണമെന്നൊന്നും പറയുന്നില്ല, എന്നാൽ നമ്മളുടെ ഭാഷയെ വികസിപ്പിക്കുന്ന തരത്തിലുള്ള വായന. അതിന് നിങ്ങൾക്ക് പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജുകൾ നിങ്ങളെ സഹായിക്കും, മാഗസീനുകൾ സഹായിക്കും. അത് തിരഞ്ഞെടുത്ത മാഗസീനുകൾ, ചില രാഷ്ട്രീയ മാഗസീനുകളാവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാകാം. ചിലപ്പോൾ നമ്മളുടെ എന്താണ് മാതൃഭൂമിയുടെയൊക്കെ പതിപ്പുകളില്ലേ, അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് തിരഞ്ഞെടുത്ത ഭാഷയെ വലുതാക്കുക, ഭാഷ വികസിപ്പിക്കുക. നിരന്തരം സംസാരിക്കാനായിട്ട് വേദികളില്ല എന്നുണ്ടെങ്കിൽ സ്വയം സംസാരിക്കാൻ നമ്മൾ പറയാറില്ലേ, മിററിൽ നോക്കി, കണ്ണാടിയിൽ നോക്കി സംസാരിക്കണമെന്ന്. അങ്ങനെയെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളുടെ ദുഃഖം കാണാൻ ഒരുപാട് പേരുണ്ടാവും. അവർക്ക് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്ന മുഖം കാണുമ്പോൾ വല്ലാത്തൊരു സംതൃപ്തി ഉണ്ടാവും. ആ സംതൃപ്തി അവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ അവിടെ തോറ്റുപോവുകയല്ലേ? എന്തിനാണ് അങ്ങനെ? നമ്മളുടെ ദുഃഖം കണ്ട് സന്തോഷിക്കാനിരിക്കുന്നവരോട് പുഞ്ചിരിച്ച് നേരിടാൻ ശ്രമിക്കുക. നമ്മൾ തളർന്നിരിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ ഒരിക്കലും തളരാതിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഏകദേശം ഞാൻ എന്താണ് ഏതാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ ചോദിച്ച ചോദ്യം കോഴ്സിനെ കുറിച്ച്, ഗ്രൂപ്പിൽ ചേരാൻ എന്താ വേണ്ടതെന്ന്. ഇതൊരു പെയ്ഡ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഗ്രൂപ്പിലേക്ക് ചേരണമെന്നോ ഇങ്ങനെ ക്ലാസ് ഉണ്ടെന്നോ അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത്. നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ അവസരം ഉണ്ട് എന്ന് പറയുന്നു എന്നതിനേക്കാൾ അപ്പുറം ഒരു പ്രൊമോഷൻ രീതിയിലൊന്നും എത്രയോ വ്യൂസ് കിട്ടിയ വീഡിയോസിൽ പോലും നമ്മൾ പറയുന്നില്ല. അതിന്റെ റീസൺ ഇത് തന്നെയാണ്, അത് പെയ്ഡ് ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉള്ള ക്ലാസ്സുകൾ കിട്ടാൻ പറ്റുന്ന കുറച്ച് ക്ലാസ്സുകളാണ് യൂട്യൂബിലേക്ക് തരിക. പെയ്ഡ് ആയിട്ടുള്ളവരോട് ഞാൻ കാണിക്കേണ്ട കുറച്ച് മര്യാദ, കുറച്ച് അവർക്ക് കൊടുക്കേണ്ട സ്പെഷ്യൽ കെയർ ഉണ്ട്, അത് അവർക്ക് അവിടെ കൊടുക്കുന്നു. അങ്ങനെയാണ് ആ വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ളത്. അതിൽ തന്നെ ഫീസിന്റെ കാര്യം എത്രയാണ് എന്ന് ചോദിച്ചാൽ, ഫീസ് ഞാൻ പറയാം. 2500 ഫീസ്. അപ്പോൾ അയ്യോ എന്ന് ചിന്തിക്കേണ്ട. എനിക്കറിയാം പ്രമുഖരായ പലരുടെയും ചാനലുകളിലൊന്നും അത്രത്തോളം ഫീസ് ഇല്ല എന്ന വസ്തുതയും എനിക്കറിയാം. മനസ്സിലാക്കേണ്ടത്, ഞാനൊരു വലിയ പ്ലാറ്റ്ഫോം അല്ല ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, വളരെ ചെറിയൊരു ചാനലാണ്. അതിനെ അടുത്ത ലെവലിലേക്കൊക്കെ കൊണ്ടുപോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനെനിക്ക് ഊർജമായിട്ട് ഈ സംസാരം മാത്രം പോരാ, അതിന് പല ഘടകങ്ങൾ വേണം. അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ വാങ്ങുന്ന ഫീസിന്റെ ഇരട്ടിയുടെ ഇരട്ടി ഒരു മനുഷ്യനെടുക്കാൻ കഴിയുന്ന അത്രത്തോളം പ്രയത്നം ഞാൻ ആ ഗ്രൂപ്പിന് കൊടുക്കുന്നുണ്ട്. അത് എൻ്റെ കൂടെയുള്ള ആ കുറച്ച് കുട്ടികൾക്ക് നന്നായി അറിയാം. അവരിലെ മാറ്റങ്ങൾ അത് അവര് തന്നെ സ്വയം തിരിച്ചറിയുന്നതാണ്. നിങ്ങളെ ആരെയും ഞാൻ അങ്ങോട്ടേക്ക് വരണം, ക്ലാസ് എടുക്കണം എന്ന് പറയുന്നില്ല. ഇത് എനിക്ക് എല്ലാവരോടും ഇങ്ങനെ ഫീസ് അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ദിവസവും ഓരോ ടോപ്പിക് ഉണ്ടാവും. ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് അവിടെ നടക്കും. കുട്ടികൾ തന്നെ സംസാരിക്കും. അവർ സംസാരിച്ച ശേഷം അതെങ്ങനെ, ചിലപ്പോൾ ചില തെറ്റുകൾ വരുത്തും, അല്ലെങ്കിൽ ഭാഷയിൽ വ്യത്യാസം ഉണ്ടാകും, പറയുന്ന മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ഇതൊക്കെ അപ്പൊ തന്നെ തിരുത്തി കൊടുക്കുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഓക്കെയാണ്, നല്ല രീതിയിൽ ഒരുവിധം കണ്ടന്റ് പറഞ്ഞു കഴിയുമ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ അതിന്റെ വോയിസ് ഇടും, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്. അതൊരിക്കലും വലിയ മാതൃക കാട്ടലൊന്നും അല്ല കേട്ടോ. അവർക്ക് കുറച്ചും കൂടി, അവർ കൊണ്ടുവന്നതിനേക്കാൾ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് ആ പോയിന്റുകൾ ഉൾപ്പെടുത്തിയ വോയിസ് ആയിരിക്കും അത്. അതിനകത്ത് ഇനിയും അവർക്ക് എക്സ്പ്ലനേഷൻ വേണ്ടതാണെങ്കിൽ നോട്ടുകൾ കൂടി പ്രൊവൈഡ് ചെയ്യാറുണ്ട്.
പിന്നെ നമ്മൾ ചെയ്യുന്നത് റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നത് പോലെയല്ല, അവർക്ക് ലൈവ് ക്ലാസ്സുകളുണ്ട്. അവർക്ക് അതിൽ സംസാരിക്കാൻ, ചോദ്യങ്ങൾ ചോദിക്കും, അവർക്ക് സംസാരിക്കാനുള്ള വേദി ഒരുക്കി കൊടുക്കുകയാണ്, ആശയങ്ങൾ പറയാൻ. അങ്ങനെ അവരെ ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അവരിലെ പ്രശ്നങ്ങളും തടസ്സങ്ങളും മാറ്റി മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവരുടെ സ്വപ്നങ്ങളിലേക്ക് അവർ പറന്നടക്കുമ്പോൾ അത് കണ്ടു നിൽക്കാൻ എനിക്ക് ഒരു സന്തോഷം, അവരങ്ങോട്ടേക്ക് എത്തുന്നുണ്ടല്ലോ എന്നുള്ളത്. ഓരോ മാറ്റവും ഞാൻ അവിടെ ആസ്വദിക്കുകയാണ് അവരുടെ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നടക്കുന്നത്. പിന്നെ ദിവസവും പത്രങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ബുക്ക് അവര് ഒരു ബുക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്. ആ ബുക്ക് എൻ്റെ കയ്യിൽ നിലവിൽ ഇവിടെ അടുത്തില്ല, ഉണ്ടെങ്കിൽ കാണിച്ചു തരാമായിരുന്നു. ഓക്കെ. അപ്പോ ഒരു പിന്നെ ന്യൂസ് ബുക്ക് ഇതാ ഇതുപോലെ കാണുമോ? ഓക്കെ, കണ്ടോ? അത് ചിലപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വെട്ടിയെടുത്ത് ഒട്ടിക്കും, സമയം ഉള്ളപ്പോൾ എഴുതും. ആ ഒരു രീതിയിലാണ് പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ എഴുതി വെക്കുന്ന ഒരു ബുക്ക്. അതുപോലെ അവർക്ക് ഡിസ്കഷൻ എഴുതാനായിട്ട് ഒരു ബുക്ക്. പിന്നെ ഫാക്കൽറ്റി ക്ലാസ്സുകൾ കുറേയൊക്കെ നമ്മൾ കൊടുത്തു. പുറത്തു നിന്നുള്ള ഫാക്കൽറ്റിന്റെ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. പലരും എന്താ ഇങ്ങനെ ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളായിട്ടുള്ളവരുടെ ക്ലാസ്സും കൊടുക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ നമ്മൾ ഞങ്ങളുടെ ബാച്ചിൽ നിന്നും 4 കുട്ടികളാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. തിരുവനന്തപുരത്ത്, തൃശ്ശൂർ, അതുപോലെ തൃശ്ശൂരുള്ള കുട്ടി എവിടെയാണ് എന്ന് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, പിന്നെ കൊല്ലത്ത്, പത്തനംതിട്ട, ഇങ്ങനെ അറ്റൻഡ് ചെയ്തിരുന്നു. അവരെല്ലാവരും കോൺഫിഡൻ്റ് ആയി അറ്റൻഡ് ചെയ്തു. പറഞ്ഞ ചോദ്യങ്ങൾ മാത്രമേ അവരോട് ചോദിച്ചുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ്. അതിനപ്പുറത്തേക്ക് ചോദിച്ചാലും അവര് കോൺഫിഡൻ്റ് ആണ്, ഇപ്പോൾ ഉത്തരങ്ങൾ പറയാൻ തയ്യാറാണ്. ആ ഒരു രീതിയിലേക്ക് മാറി. നിങ്ങൾക്കും മാറാം. അതിന് പ്രത്യേകിച്ച് ഒരു ചാനലിലേക്ക് വരണമെന്നോ പ്ലാറ്റ്ഫോമിലേക്ക് മാറണമെന്നോ ഇല്ല. ഞാൻ ഈ ട്രെയിനിങ് രീതി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും അത് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്കും ആ ഒരു രീതിയിൽ ട്രെയിൻ ചെയ്യാം. പിന്നെ കൂടെ കൂടിയാൽ ഈ പറയുന്നത് പോലെ പ്രത്യേക കെയർ തരുമെന്നുള്ളതിൽ അങ്ങേയറ്റം നിങ്ങൾ പിന്നെ ഇന്റർവ്യൂവിന് പോകുന്നത് വരെയും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അതിനുശേഷവും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇന്റർവ്യൂവിന് പോകുന്നത് വരെയും നിങ്ങൾക്ക് വേണ്ട ട്രെയിനിങ് കൃത്യമായി കിട്ടും. ഇത്രയൊക്കെയാണ് ടീച്ചിങ് ആസ്പിരൻസിലെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ദീർഘിപ്പിച്ചു എങ്കിൽ ക്ഷമിക്കുക. അപ്പം വെറുതെ വന്നു പോകണ്ട, 1-2 ചോദ്യം കൂടെ നോക്കിയിട്ട് പോവാം അല്ലേ? അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ് ടീച്ചർ ചോദ്യം തരാന്ന് പറഞ്ഞ് ഇരുത്തിന്ന് പറയത്തില്ലേ? നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ. അപ്പോ ചോദിച്ച ഒരു ചോദ്യമാണ്, ഓക്കെ, അക്ഷരമാല കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ടോ? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ. അക്ഷരമാലയുടെ ക്രമങ്ങൾ കുട്ടികൾ അറിയുന്നത് നല്ലതാണ്. അക്ഷരമാലയായി കുട്ടികളെ എഴുതി പഠിപ്പിക്കേണ്ടതില്ല. കാരണം ആശയത്തിൽ നിന്ന് അക്ഷരത്തിലേക്ക് പോകുന്ന രീതിയാണ് നിലവിലുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ തുടരുന്നതാണ് നല്ലത്. പിന്നെ അക്ഷരമാല വീണ്ടും കൊണ്ടുവന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അത് കാരശ്ശേരി മാഷിനെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്നാണ്. അദ്ദേഹമാണ് കൂടുതലായിട്ടും ഈ ഒരു രീതി അക്ഷരമാല പുസ്തകത്തിന്റെ ആദ്യ പേജുകളിൽ തന്നെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞത്. അതുപോലെ അക്ഷരമാല കുട്ടികളെ അക്ഷരത്തിന്റെ സ്ഥാനം മനസ്സിലാക്കാനും സ്വരാക്ഷരങ്ങളെയും വ്യഞ്ജനാക്ഷരങ്ങളെയും തിരിച്ചറിയാനും ഒക്കെ സഹായിക്കും. അപ്പൊ അതുകൊണ്ട് അക്ഷരമാല കുട്ടികൾ പരിചയപ്പെടുന്നത് നല്ലത് തന്നെയാണ്. അവര് എല്ലാ അക്ഷരങ്ങളും ഒന്നിച്ച് പഠിക്കുന്നില്ലെങ്കിലും അവര് പഠിക്കുന്ന അക്ഷരത്തിന്റെ സ്ഥാനം നിർണ്ണയിക്കാനും സ്ഥാനം എവിടെയാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുവാനും ഒക്കെ അക്ഷരമാല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സഹായിക്കും. പിന്നെ ജനാധിപത്യ ക്ലാസ് റൂമിന്റെ സവിശേഷതയൊക്കെ ഒരുപാട് തവണ നമ്മൾ സംസാരിച്ച കാര്യമാണ് അല്ലെ. അത് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അധ്യാപകൻ ജനാധിപത്യവാദിയായിരിക്കണം, സ്വാതന്ത്ര്യം കൊടുക്കുന്ന ക്ലാസ് റൂം ആയിരിക്കണം, കുട്ടികൾ നിരന്തരം സംവദിക്കണം, അറിവിന്റെ നിർമ്മാണം കൃത്യമായി നടക്കണം, അത് എങ്ങോട്ടേക്കും കേന്ദ്രീകരിക്കപ്പെടരുത് അല്ലെ. അത്തരത്തിലുള്ള ആശയങ്ങൾ നിങ്ങൾ കൃത്യമായി പറയുമെന്ന് എനിക്കറിയാം. പിന്നെ സ്കൂളിൽ അധ്യാപകൻ ലീവ് എടുത്താൽ കുട്ടികളെ അറിയിക്കേണ്ടതുണ്ടോ? അതൊരു ചോദ്യമാണ്. അത് നമ്മളുടെ എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും അല്ലേ. ഞാൻ ലീവ് എടുക്കുമ്പോൾ ഞാൻ എൻ്റെ രക്ഷിതാക്കളോട് പറയാറുണ്ടായിരുന്നു, പ്രത്യേകിച്ച് കെയർ വേണമെന്ന് തോന്നുന്ന കുട്ടികളുടെ രക്ഷിതാക്കളോട് പ്രത്യേകിച്ച് ഞാൻ പറയാറുണ്ടായിരുന്നു. അത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ശരിയാണത്.
പ്രത്യേകിച്ച് നമ്മൾ കുറച്ചുകൂടി അറ്റൻഷൻ കൊടുക്കേണ്ട കുഞ്ഞുങ്ങളുണ്ട് അല്ലേ, അവരെ പിന്നെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളും ഒക്കെ നമ്മുടെ ക്ലാസ്സിലുണ്ടാവും. ആ ഒരു ദിവസം നമ്മൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അതൊരു ടെൻഷനാണ്. ആ കുഞ്ഞ് എന്തായി, അവൻ ഓക്കെ ആണോ, ഹാപ്പി ആണോ? എല്ലാവർക്കും ചിലപ്പം അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ കുഞ്ഞാണ്, നമ്മളുമായിട്ട് പൊരുത്തപ്പെട്ട കുട്ടിയാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് ഞാൻ ആണെങ്കിൽ ഞാൻ പറയാറുണ്ട് കേട്ടോ. അതുപോലെ പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അധ്യാപിക വരുന്നില്ല എന്ന് പറഞ്ഞാൽ കുട്ടി സ്കൂളിലേക്ക് വരണമെന്നുമില്ല. അങ്ങനെയും ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് യുക്തിപൂർവ്വം നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന തരത്തിൽ സംസാരിക്കുന്നേ പറയാനാകൂ. അപ്പൊ എന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഈ രണ്ട് വശവും പറയും. ചില കുട്ടികളോട് അത് സൂചിപ്പിക്കുന്നത് നല്ലതാണ്, അവരുടെ സുരക്ഷിതത്വം ആലോചിച്ചുമൊക്കെ നോക്കുമ്പോൾ അത് ശരിയാണ് എന്ന് തോന്നുന്നു. പിന്നെ കുട്ടികൾ ഒരു ദിവസം അത് മുടക്കാൻ സാധ്യതയുണ്ട് സ്കൂളിലേക്ക് വരുന്നത്. അപ്പോൾ സ്കൂളിലെ സാഹചര്യം അനുസരിച്ച് അത് ചെയ്യുന്നത് ആണ് നല്ലത്. ഇനി ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പലയിടത്തായി കിടക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പൊ കൊല്ലം ജില്ലയിൽ, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ കാര്യമാണ്. കൊല്ലം ജില്ലയിൽ ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത്, കഴിഞ്ഞില്ല, ഇന്റർവ്യൂ നടക്കുന്നു. അപ്പൊ ആദ്യ ദിവസങ്ങളിലേക്ക് ഉണ്ടായ അനുഭവങ്ങൾ എന്ന് പറയുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്റർവ്യൂ പാനലായിരുന്നു. അപ്പം ചോദ്യങ്ങളെല്ലാം വന്നത് അവനവന്റെ വിഷയങ്ങളിൽ ഒതുങ്ങി തന്നെയാണ്. ഇപ്പൊ നിരന്തരം ആ ഒരു രീതിയാണ് കാണുന്നത്. ബയോഡേറ്റ നമ്മൾ തയ്യാറാക്കുന്നതനുസരിച്ചും നമ്മൾ ഡിഗ്രിക്ക് എടുത്ത സബ്ജക്റ്റിനെ ബേസ് ചെയ്തുമൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നന്നായി പ്രിപ്പയർഡ് ആയി പോവുക. പിന്നെ നമ്മളുടെ സബ്ജക്റ്റ്, ഡിഗ്രി സബ്ജക്റ്റ് ഏതാണോ അതിനെക്കുറിച്ച് ഒരു ബേസിക് നോളജ് ഉണ്ടാക്കി വെക്കുക. ആ സബ്ജക്റ്റ് നമ്മൾ പഠിച്ചത് കൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയൊക്കെ നമുക്ക് പഠിപ്പിക്കാനാകും തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്ന് പോകുന്നത് നല്ലതാണ്. അങ്ങനെയുള്ള അറിവ് നമ്മൾ മുൻകൂട്ടി ഒന്ന് പ്രിപ്പയർഡ് ആയി പോകുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ നടന്ന ഇന്റർവ്യൂവിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മുടെ ബയോഡേറ്റ ഫോമിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹുക്ക് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണമെന്ന്. അങ്ങനെ ഹോബി ഒക്കെ, അങ്ങനെ വ്യത്യസ്തമായിട്ട് ഹോബി ഉണ്ടെങ്കിൽ കൂടുതലും അതിലേക്കൊക്കെ കേന്ദ്രീകരിച്ച് ചോദ്യങ്ങൾ, അത് നമുക്ക് പ്രിപ്പയർ ആയി പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലേ. നമ്മൾ എഴുതി വെക്കുന്ന ഓരോന്നിനെ കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാവണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെയാണ് അവര് എടുക്കുക. അപ്പൊ അത്രയും സമയവും ഏകദേശം ഈ ഹോബിയിലേക്കും നമ്മളുടെ പരിചയം, അതായത് വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടുള്ള ചോദ്യങ്ങളിലേക്കും ഒക്കെ ആയിട്ട് കുറെ ഒതുങ്ങിയതായിട്ട് കണ്ടു. പിന്നെ പോയത് സബ്ജക്ട് വൈസ് ആണ്. ഇപ്പൊ ഇംഗ്ലീഷ് ഒക്കെ എടുത്തവർക്ക് കുറെ ഉണ്ട്. നമ്മുടെയൊക്കെ ഗ്രൂപ്പിൽ അങ്ങനെയാണ്. അത്രത്തോളം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഡിഗ്രി ലെവലാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ഷേക്സ്പീരിയൻ കഥകളൊക്കെ ഏതാണ്, അല്ലെ ഡ്രാമയൊക്കെ ഏതാണ്, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. 1-2 വരികളൊക്കെ പഠിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. പിന്നെ എന്നോട് ഓരോ സബ്ജക്റ്റുകാരും എടുത്ത് ചോദിക്കാറുണ്ട്, എന്താ ചോദിക്കുക. അങ്ങനെ എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും ഡീപ്പായ നോളജ് എനിക്കില്ല. പിന്നെ ഉള്ളത് ഇക്കണോമിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്ത് ചോദിക്കും എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അതുകൊണ്ട് ഞാൻ അത്തരം ചോദ്യങ്ങളുടെ മറുപടി പറയലങ്ങ് നിർത്തുകയാണ് ചെയ്തത്. ഇക്കണോമിക്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പൊ വന്ന ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് ഒക്കെ നല്ലതാണ്. ബാക്കി നിങ്ങളുടെ ടേമുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കേ അറിയുകയുള്ളൂ. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അത് സ്കൂളുമായി എങ്ങനെ കണക്ട് ചെയ്യാം, കുട്ടികളുമായി എങ്ങനെ കണക്ട് ചെയ്യാം, ഇതൊന്ന് ആലോചിച്ച് വെച്ചിരിക്കാം. നമ്മുടെ അവിടെ ഇലക്ട്രോണിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പൊ ടീച്ചറിനോട് ഞാൻ പറഞ്ഞു, ശാസ്ത്ര മേളകളിൽ നമുക്ക് പങ്കെടുപ്പിക്കാനാവും കുട്ടികളെ. അതുപോലെ തന്നെ ഇപ്പൊ കുട്ടികളുടെ ശാസ്ത്രാവബോധത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു. കൃത്യമായി അതേ ചോദ്യങ്ങൾ തന്നെ ടീച്ചറിനോട് ചോദിച്ചു എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ട് പിന്നീട് TTC DLED ചെയ്തു തുടങ്ങിയ ചോദ്യങ്ങൾ, അതൊക്കെ നമ്മൾ പറഞ്ഞ് ഓക്കെ ആക്കി പോയത് കൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ അവതരിപ്പിക്കാൻ പറ്റി. നിങ്ങളെ അറിയാവൂ, അതനുസരിച്ച് പ്രിപ്പയർ ആവുക. പിന്നെ ഈ ബോട്ടണി പഠിച്ചവരോട് ഇന്നും 1-2 പേരോട് ജൈവ വൈവിധ്യ ഉദ്യാനത്തിലേക്ക് തന്നെ ഒതുങ്ങിപ്പോയി. ആ ഒരു രീതിയിൽ ചോദിച്ചു. പിന്നെ EVSന്റെ ഒരു കാര്യം പറയട്ടെ. EVS പരിസര പഠനവുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുകയാണ്, EVSൽ എന്തൊക്കെയുണ്ട്, പരിസര പഠനത്തിൽ ഏതൊക്കെ സബ്ജക്റ്റുകൾ ഉണ്ട് എന്ന ചോദ്യം വന്നാൽ ഞാൻ ആണെങ്കിൽ ആദ്യം പറഞ്ഞിരുന്നത്, ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെയും പറഞ്ഞിരുന്നത് സയൻസ്, സോഷ്യൽ എന്നാണ്. നമ്മളും അങ്ങനെയാണ് കൂടുതലും കാണുന്നത്.
പക്ഷെ അതിനെ ഒന്നുകൂടി ഡീപ്പായിട്ട് നോക്കുമ്പോൾ അത് മാത്രമല്ല അല്ലേ, സബ്ജക്ട് വൈസ് അങ്ങനെ മാത്രമല്ല, ഭൂമിശാസ്ത്രം വരുന്നുണ്ട് അല്ലെ, ചരിത്രവും ഭൂമിശാസ്ത്രവും അതുപോലെ തന്നെ പിന്നെ സയൻസും എല്ലാം വരുന്നുണ്ട് അതിൽ. അതായത് എൻവയോൺമെന്റൽ സയൻസ് വരുന്നുണ്ട്, അല്ലാതെ ജനറൽ സയൻസ് ആയിട്ട് ആ ഒരു രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് ഡീപ്പായി നോക്കുക. ആ ഹാൻഡ് ബുക്കിന്റെ ആമുഖം പറയുന്ന ക്ലാസ്സുകൾ കണ്ടാൽ മതി, അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ വൈഗോട്സ്കിയുടെ പ്രാധാന്യത്തെ കുറിച്ച് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആശയങ്ങളാണ് നിലവിൽ നമ്മൾ ഫോളോ ചെയ്യുന്നതെന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ട്. അപ്പൊ അതനുസരിച്ച് സംസാരിക്കുക. വൈഗോട്സ്കിയൻ ആശയങ്ങൾക്ക് പ്രാധാന്യമുണ്ടോ, പിന്നെ എങ്ങനെയാണ് ആ ആശയങ്ങൾ നിലവിൽ നടപ്പിലാക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പൊ അതേക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി അസംബ്ലിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, അതും ഡിസ്കസ് ചെയ്ത കൂട്ടത്തിലാണ്. മറ്റൊരു അധ്യാപകനിൽ നിന്ന് നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ ആഗ്രഹിച്ച പഠനശൈലി ഉണ്ടോ, ഏത് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ചോദ്യം വന്നു. ഇന്നത്തെ ഈ ചോദ്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായ ചോദ്യങ്ങളായിരുന്നു കേട്ടോ. അപ്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുള്ള അധ്യാപകന്റെ അല്ലെങ്കിൽ നിങ്ങൾ പ്രചോദനം ആയിട്ട് എഴുതിയ ഒരു അധ്യാപകനൊക്കെ ചിലപ്പോൾ കാണും അല്ലെ, മിക്കവരും അങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ അവരുടെ ക്വാളിറ്റി അത് നമുക്ക് വേണം എന്ന് തോന്നിയിട്ടുണ്ട് എന്ന രീതിയിൽ എഴുതാം അല്ലെ. അപ്പൊ എന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയുക, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് താങ്ങാവുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന പുസ്തകം. അതിനകത്ത് കുട്ടികളെ ഒരു ഫ്രെയിം വർക്കിലേക്ക് ഒതുക്കുകയല്ല ചെയ്യുന്നത്, പാഠപുസ്തകത്തിലേക്ക് അങ്ങ് ഒതുക്കുകയല്ല ചെയ്യുന്നത്. അവരെ വിശാലമായ ലോകത്തിലെ അനുഭവങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ക്വാളിറ്റിയും ആ ഒരു കഴിവും എനിക്ക് വേണമെന്നാണ് ഞാനാണെങ്കിൽ അതിന് ഉത്തരം പറയുക, ആഗ്രഹിക്കുക. കുട്ടികൾക്ക് അനുഭവങ്ങൾ കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുവാനുള്ള ശേഷി കിട്ടുക അല്ലെ, ജീവിതഗന്ധിയായ അധ്യാപനം നടത്തുവാനുള്ള ശേഷി, അതുപോലെ അഭിപ്രേരണ നിലനിർത്തുവാനുള്ള കഴിവ്, ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനെ കണക്ട് ചെയ്ത് സംസാരിക്കും. ഏതെങ്കിലും ഒരു അധ്യാപകനെ, അല്ലെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് ഈ ഒരു പുസ്തകത്തിന്റെ കാര്യവും പിന്നെ ഗോപാലകൃഷ്ണ മാഷിന്റെ കാര്യവും വിജയലക്ഷ്മി ടീച്ചറുടെ കാര്യവും ഒക്കെ എനിക്ക് പറയാം. അതാണ് എൻ്റെ അനുഭവമായിട്ട് പറയാനുള്ളത്. ഇത് ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം എന്ന നിലയിൽ പറഞ്ഞതാണ്. നിങ്ങൾ ആലോചിക്കുക എങ്ങനെയൊക്കെ അതിനെ കണക്ട് ആകുമെന്നുള്ളത്. പിന്നെ ക്രിയാഗവേഷണവും അതിന്റെ സ്റ്റെപ്പുകളും. ഈ ചോദ്യം കണ്ടതുകൊണ്ടാണ് ഇന്ന് നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ഇവാലുവേഷനും കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷനും ക്രിയാഗവേഷണവും അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇത് 3 ചോദ്യങ്ങളായിരുന്നു. കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണോ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ആണോ നല്ലത് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം ആ വീഡിയോയിലുണ്ട്, അത് കാണുക. പിന്നെ കുട്ടികളെയും കൊണ്ട് ക്യാമ്പ് സംഘടിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രാത്രിയിൽ അവിടെ തങ്ങേണ്ടി വന്നു എങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും? ഇത് ഈ ചോദ്യങ്ങൾ ഇങ്ങനെ കൈമാറി വന്നതുകൊണ്ട് ഇങ്ങനെ തന്നെയാണോ എന്നൊന്നും എനിക്കറിയില്ല. കുട്ടികൾക്ക് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമോ അത് എല്ലാം അല്ലേ, നമ്മളവിടെ തങ്ങുന്നു അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാകുമെന്ന് വെച്ചാൽ, അറിവിന്റെ തലത്തിലാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് കുട്ടികളെ കൊണ്ടുപോയിട്ട് വാന നിരീക്ഷണം പോലുള്ള അത് പറയാൻ കാര്യം, ടോട്ടോ ചാൻ എന്ന് പറയുന്ന പുസ്തകത്തില് ഇങ്ങനെയൊന്നുണ്ട്. രാത്രിയും കുട്ടികള് പിന്നെ ടോമോ വിദ്യാലയത്തില് ഇങ്ങനെ കുറച്ച് സമയം ചെലവഴിക്കുകയും ടെന്റ് അടിച്ച് അവിടെ കഴിയുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല വിശദമായി പറയുന്നുണ്ട്. കുറച്ച് വർഷങ്ങളായി വായിച്ചിട്ട് അതുകൊണ്ട് അധികം ഓർത്തെടുക്കാൻ കഴിയുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പുറത്ത് ഇങ്ങനെ എന്താ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നടത്തി, കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തി ആ ഒരു രീതിയിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് ഉത്തരം പറയാവുന്നതാണ് കേട്ടോ. വാന നിരീക്ഷണത്തിന് നക്ഷത്രങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് തെളിഞ്ഞ ആകാശമാണ് അല്ലെ, ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനാകും. നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതൽ ആശയങ്ങൾ ഉണ്ടാവും കേട്ടോ, അതുമായിട്ട് കണക്ട് ചെയ്യുകയേ ചെയ്യാവൂ. ഇനി 4ാം തരത്തിലെ കുട്ടികളുടെ വായന പരിപോഷിപ്പിക്കാൻ പറ്റിയ മാസികകൾ ഏതെല്ലാം? 90s കിഡ്സ് എന്നെ പോലുള്ളവർക്കൊക്കെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളൊക്കെ ബാലരമയുടെ അഡിക്റ്റ് ആയിരുന്നു അല്ലെ. ബാലരമ വരുന്ന ദിവസത്തിന് വേണ്ടി ഓടി കാത്തു നിന്ന് വന്ന് പത്രക്കാരനെ കാണണം നമുക്ക്. പിന്നെ ചേച്ചിയും ചേട്ടനും ഒക്കെ ഉണ്ടെങ്കിൽ അടിയാണ്, ആരുടെ കയ്യിൽ ആദ്യം കിട്ടുമെന്ന് അന്ന് നേരത്തെ എണീക്കും. അപ്പൊ അത് നമുക്ക് പറയാം അല്ലെ, ബാലരമ, പിന്നെ ബാലഭൂമി,
പിന്നെ ബാലമംഗളം ഉണ്ടായിരുന്നു, ഇപ്പൊ അതുണ്ടോ എന്തോ, പൂമ്പാറ്റ അല്ലെ, അതുപോലെ തളിര്, യുറീക്ക, ഇതൊക്കെ നമുക്ക് പറയാം. ഇതൊക്കെ ശാസ്ത്ര മാഗസീനുകളാണെങ്കിലും വായനയെ പരിപോഷിപ്പിക്കാനുള്ളത് എന്നേ ചോദിച്ചിട്ടുള്ളൂ. ഓരോരുത്തരുടെയും താല്പര്യം വ്യത്യസ്തമാണ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഈ പുസ്തകങ്ങളുടെ ഒക്കെ പേരുകൾ പറയാവുന്നതാണ്. ഇതൊക്കെ നോക്കി വെച്ചിരിക്കുക. ഒരു കഥ, ഒരു കവിത, റൈം, പിന്നെ ഇംഗ്ലീഷ് റൈം, പിന്നെ റിഡിൽസ്, കടങ്കഥ, പിന്നെ പഴഞ്ചൊല്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തക്ക രീതിയിൽ പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ കുട്ടിക്കവിതകൾ കുറച്ച്, ഒരു 3-4 കുട്ടിക്കവിതകൾ, പ്രത്യേകിച്ച് പക്ഷികളുമായി ബന്ധപ്പെട്ടത്, പൂക്കളുമായി ബന്ധപ്പെട്ടത്, മൃഗങ്ങളുമായി ബന്ധപ്പെട്ട രീതിയിലൊക്കെ ഒന്ന് കുട്ടിക്കവിതയും കൂടി ആ ഒരു രീതിയിൽ നോക്കി വെക്കുക. മഴയും നാശയവുമായി ബന്ധപ്പെട്ടത്, ഈ ഒരു രീതിയിൽ ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ പ്രൊഫസർമാരായ എത്ര വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിൽ എന്ന ചോദ്യം. ഇതേ ചോദ്യം എന്നോടും ചോദിച്ചതാണ്. പിന്നെ എൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂവിന് എന്നോട് ഇതേ ചോദ്യം ചോദിച്ചതാണ്. അപ്പൊ ഞാൻ ഓർത്തു, അതേ ആള് തന്നെയാണോ, വീണ്ടും അതേ ചോദ്യം അതേ രീതിയിൽ വന്നിരിക്കുന്നു. അപ്പൊ ആരൊക്കെയാണ്? ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സാറ്, പിന്നെ പ്രൊഫസർ സി രവീന്ദ്രനാഥ് സാറ്. ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പില്, പിന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പില് നിലവില് പിന്നെ പ്രൊഫസർ സ്ഥാനമുള്ളതാണ് ആർ ബിന്ദു മാം അല്ലേ. അതും കൂടി പറയാം. അതും കൂടി ഈ ഒരു രീതിയിലേ പറയാം. ഇങ്ങനെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്ന് പറഞ്ഞ് അതിനെ കണക്ട് ചെയ്ത് പറയാൻ പറ്റണം. സ്കൂളിൽ പൂന്തോട്ടത്തിന്റെ ആവശ്യമുണ്ട്. എവിടെയെല്ലാം ആ ചോദ്യം ഏതെല്ലാം തരത്തിൽ വരുന്നു എന്ന് നോക്കുക. ഇന്ന് നമ്മുടെ ഒരു ബോട്ടണി എടുത്ത ടീച്ചറിനോട് ജൈവവൈവിധ്യ ഉദ്യാനവും ഇന്നലെ ഞങ്ങൾ അത് ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ഇന്റർവ്യൂവിന് പോകുന്ന കുട്ടികൾക്ക് തലേന്ന് നമ്മുടെ വക ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ അതിൽ ഡിസ്കസ് ചെയ്ത് ചോദ്യങ്ങളല്ലാതെ അതിനപ്പുറത്തേക്ക് ചോദിച്ചിട്ടില്ല. അതൊക്കെയാണ് നമുക്കൊരു സന്തോഷം. എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു ബട്ടർഫ്ലൈ പാർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത് ചോദിക്കാം, ഇതിനെ ഓരോ ക്ലാസ്സുമായിട്ട് കണക്ട് ചെയ്ത് പറയാനൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ അത്തരത്തിലാണ് ചോദ്യങ്ങൾ പോയത്. അപ്പോൾ പൂന്തോട്ടം സ്കൂളിന് അത്യാവശ്യമാണ്. കാരണം എന്തുകൊണ്ടാണ്? നമ്മളുടെ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളിൽ സസ്യങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ സസ്യങ്ങളുടെ വളർച്ചയെക്കുറിച്ചും, അതുപോലെ തന്നെ 3-ാം ക്ലാസ് മുതൽ 3-ല് നമുക്ക് പൂമ്പാറ്റയുടെ ജീവിതചക്രം പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് നേരനുഭവം കൊടുക്കണമെങ്കിൽ സ്കൂളിൽ തീർച്ചയായും ഇങ്ങനെ ഉദ്യാനങ്ങൾ ഉണ്ടാവണം. അപ്പൊ ആ രീതിയിൽ പറയുക. അടുക്കളയുമായി ബന്ധപ്പെടുത്തി രസതന്ത്രം കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം? ഞാൻ പിന്നെ പറഞ്ഞിരുന്നു, ഈ ഒരു ചോദ്യം കൊല്ലം ജില്ലയിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് അടുക്കളയിലെ രസതന്ത്രം എന്ന ചോദ്യമാണ് ചോദിച്ചത്. ഈ ഒരു ഇതും പിന്നെ കാര്യം കേട്ടപ്പോൾ കോവിഡ് കാലഘട്ടത്തില് പിന്നെ എന്താണ് വീടൊരു വിദ്യാലയം പദ്ധതി ഉണ്ടായിരുന്നു. നിങ്ങളിൽ പലർക്കും അത് അറിയാം അല്ലെ. ആ സമയത്ത് കുട്ടികൾക്ക് മറ്റാരുമായും സമയമില്ല, സംവദിക്കാനുള്ള അവസരമില്ല. കുട്ടികൾ മൊബൈൽ ഫോണിലൊക്കെ അഡിക്റ്റ് ആയ ആ ഒരു സമയത്ത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുന്നോട്ട് വെച്ച ഒരാശയമായിരുന്നു അത്, വീടൊരു വിദ്യാലയം എന്ന് പറയുന്ന പദ്ധതി. ഇതിന്റെ ഭാഗമായിട്ട് അമ്മയോട് കുട്ടി സംസാരിക്കുന്നത്, അത്തരത്തിൽ കുറെ മോഡ്യൂളുകൾ ഉണ്ടായിരുന്നു. ആ മോഡ്യൂളുകൾ കഥ പോലെ അധ്യാപകർ കുട്ടികളിലേക്ക് എത്തിക്കുന്നു. അതിന്റെ തുടർ പ്രവർത്തനം അമ്മയും കുട്ടിയും കുടുംബവും ഒക്കെ കൂടെ ചേർന്ന് ഓരോന്നും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അടുക്കളയിലുള്ള രസതന്ത്രം എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രവർത്തനത്തെ കുറിച്ചും നമുക്കൊന്ന് സൂചിപ്പിക്കാം. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് ധാരണയുണ്ട് എന്ന് വരും അല്ലെ. ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ വീടൊരു വിദ്യാലയം എന്ന പദ്ധതി ആണ് എനിക്ക് പെട്ടെന്ന് ഓർക്കാൻ കഴിയുന്നത്. ആ പദ്ധതിയുടെ ഭാഗമായി പല മൊഡ്യൂളുകളൊക്കെ തന്നിരുന്നു. അപ്പം അടുക്കളയിലുള്ള പിന്നെ രാസവസ്തുക്കളെയൊക്കെ പരിചയപ്പെടുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കെമിസ്ട്രിക്കാർക്ക് കൂടുതൽ അറിയൂ, ഞാനത് പറഞ്ഞ് കുളവാക്കുന്നില്ല. നിങ്ങൾ അതിനെ കണക്ട് ചെയ്ത് പറയുക അല്ലെ. ഓരോ ഒന്നിന്റെ രാസനാമവും ഒക്കെ ചേർത്ത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ചിന്തിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഡയറ്റ് പോലുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് അതിൻ്റെയും വീഡിയോസ് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്, സമയം കളയുന്നില്ല. അപ്പൊ ഇത്രയൊക്കെ ചോദ്യങ്ങൾ നോക്കുക. ഇതിൽ നിന്ന് ഒരുപാടൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നറിയാം. ഉടനെ തന്നെ അടുത്ത വീഡിയോ വരും. നിങ്ങൾക്കുള്ള മുഴുവൻ ചോദ്യങ്ങളും ഒന്നുകൂടി പ്രിപ്പയർ ആയി കൊണ്ടുള്ള നല്ല രീതിയിലുള്ള ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തും. മെയിനായി എനിക്ക് എൻ്റെ ക്ലാസ്സിന്റെ കാര്യങ്ങൾ ഒന്ന് പറയണം എന്നുണ്ടായിരുന്നു. നിരന്തരമുള്ള ഈ ഒരു പേഴ്സണലി വെറുതെ പറ്റാത്ത ആളുകളാണെങ്കിൽ പിന്നെ അത് മെസ്സേജ് അയച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. നിങ്ങൾക്കും ബുദ്ധിമുട്ടണ്ട, എനിക്കും സമയം പാഴാക്കണ്ട. അതുകൊണ്ടാണ്
ഇത്തരത്തിൽ നിങ്ങളോട് പറഞ്ഞത്. പിന്നെ പറയാനുള്ള കാര്യം, ഗ്രൂപ്പിലേക്ക് ആഡ് ആവണമെന്ന് ആഗ്രഹമുള്ളവർ, എന്നിട്ടും ആഡ് ആവണമെന്നാണ് ആഗ്രഹമെങ്കിൽ, വർക്ക് ചെയ്യാമെങ്കിൽ മാത്രം കൃത്യമായി ഡിസ്കഷനിൽ പങ്കെടുക്കാം, ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുക്കാം, എനിക്ക് നല്ലൊരു അധ്യാപികയാകണം, ഞാൻ അതാകും എന്ന വിശ്വാസമുള്ളവർക്ക് വരാം. വിശ്വാസം കുറവുണ്ട് എങ്കിലും പിന്നെ ഉള്ളിൽ നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ, ആത്മവിശ്വാസ കുറവുണ്ടെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാവും കൂടെ. എനിക്കതേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക, പേടിക്കേണ്ട. മാർക്ക് ഇടുന്നതിന്റെ ബേസിസ് എങ്ങനെയാണ് എന്നൊക്കെ ഇതിനോടകം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിലേക്ക് പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നല്ല അധ്യാപകരാകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളെ കൊണ്ട് സാധിക്കും കേട്ടോ.